നമുക്ക് മഴ അളക്കാനുള്ള ഒരു മഴമാപിനിയാണിത്. ഇതൊരു മാനുവൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഒരു ദിവസം എല്ലാ ദിവസവും രാവിലെ 8:30-ക്കാണ് നമ്മൾ മഴ അളക്കുക. അപ്പോൾ അതിന് തലേ ദിവസം 8:30-ക്ക് ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ശേഷം പെയ്തിട്ടുള്ള മഴ മുഴുവൻ ഇതിനകത്ത് ഒരു ജാറിൽ കളക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതെടുത്തിട്ട് നമ്മൾ ഈ ഒരു മെഷറിംഗ് സിലിണ്ടറിലേക്ക് ഇത് ഒഴിക്കുക. ഒരേ സമയം നമുക്ക് 2 സെൻറ്റിമീറ്ററാണ് മെഷർ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഇതിനകത്ത് 2 സെൻറ്റിമീറ്റർ മഴയാണ് ഇതുവരെ നമുക്ക് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. ഇത് ഒഴിച്ച് കളഞ്ഞ ശേഷം നമ്മൾ വീണ്ടും അടുത്ത മഴ അളക്കും. ഉണ്ടോ? ഇപ്പോൾ 4 സെൻറ്റിമീറ്റർ മഴ ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ പെയ്തിട്ടുണ്ട്. നാല് സെൻറ്റിമീറ്ററിൻ്റെ കൂടെ 2 മില്ലിമീറ്റർ, അപ്പോൾ 42 മില്ലിമീറ്റർ മഴയാണ് ഇപ്പോൾ ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ ഇവിടെ തിരുവനന്തപുരത്ത് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ശരിക്കും നമ്മൾ രാവിലെ 8:30-ക്കാണ് മെഷർ ചെയ്യുക എന്നുള്ളതുകൊണ്ട് നമ്മൾ തിരിച്ച് ഇത് ഈ ജാറിലേക്ക് തന്നെ ഒഴിച്ചു വയ്ക്കുകയാണ്. കാരണം നാളെ രാവിലെയാണ് ശരിക്കും ഓരോ ദിവസവും രാവിലെ 8:30-ക്കാണ് മഴ നമ്മൾ അളക്കേണ്ടത്. ഇതൊരു ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനാണ്. അത് സ്വയം നിയന്ത്രിത കാലാവസ്ഥ വിവരശേഖരണത്തിന് ഉപയോഗിക്കുന്നതാണ്. ഇതിനകത്ത് നമ്മൾ കാറ്റിൻ്റെ വേഗത, കാറ്റിൻ്റെ ദിശ, അതുപോലെ അന്തരീക്ഷ താപനില, ആർദ്രത, അതുപോലെ മഴയുടെ അളവ്, ഇത്രയും വിവരങ്ങളാണ് ശേഖരിക്കുന്നത്. ഇതിനകത്ത് മഴ പെയ്യുമ്പോൾ ഇതൊരു ടിപ്പിംഗ് പാക്കറ്റ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻ്റാണ്. ഇതിനകത്ത് മഴ പെയ്യുമ്പോൾ ഇതിലേക്ക് വന്ന് വീഴുന്ന ഞാനത് തുറന്ന് കാണിച്ചു തരാം. ഈ ഇതിലേക്ക് മഴ നിറയുമ്പോൾ ഇതങ്ങോട്ട് ടിപ്പ് ചെയ്യും. അപ്പോൾ പിന്നെ ഈ ഭാഗത്ത് കളക്ട് ചെയ്യാൻ തുടങ്ങും വെള്ളം. അത് കഴിഞ്ഞിട്ട് അത് നിറയുമ്പോൾ അത് അങ്ങോട്ട് ടിപ്പ് ചെയ്യും. അപ്പോൾ ഓരോ പ്രാവശ്യം ടിപ്പ് ചെയ്യുന്നതും ഇവിടെ അതുമായിട്ട് അനുബന്ധപ്പെട്ടിട്ടുള്ള ഒരു സർക്യൂട്ട് വഴി നമ്മൾ ആ ഇതിനകത്ത് വെച്ചിരിക്കുന്ന ഡാറ്റ ലോഗറിനകത്ത് റെക്കോർഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു ദിവസം എത്ര മഴ പെയ്തു, ഓരോ സെക്കൻഡിലും എത്ര മഴയാണ് പെയ്യുന്നത്, ഓരോ മിനിറ്റിലും എത്ര മഴയാണ് പെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. മാനുവൽ വെതർ സ്റ്റേഷനാണെങ്കിൽ നമ്മൾ രാവിലെ മെഷർ ചെയ്യുമ്പോൾ കഴിഞ്ഞ 24 മണിക്കൂറിലെ ഡാറ്റ മാത്രമേ കിട്ടത്തുള്ളൂ. പക്ഷേ ഇതാണെങ്കിൽ നമുക്ക് ഓരോ മിനിറ്റിലും മഴയുടെ അളവ് എങ്ങനെയാണ്, ശക്തമായ മഴ പെയ്തിട്ടുണ്ടോ മുതലായിട്ടുള്ള വിവരങ്ങൾ ശേഖരിക്കാൻ സാധിക്കും. ഇത് സ്വയം നിയന്ത്രിക്കുന്നതാണ്. ഇതിലേക്കുള്ള പവർ ഈ സോളാർ പാനൽ വെച്ചാണ് നടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് വന്ന് ഡാറ്റ എടുക്കുക, അല്ലെങ്കിൽ ഇതിനകത്തുനിന്ന് മോഡം വഴി നമ്മുടെ മൊബൈലിലേക്കോ കമ്പ്യൂട്ടറിലേക്കോ ഡാറ്റ എടുക്കുക, അത്രമാത്രം ചെയ്യേണ്ടതുള്ളൂ. ഇൻസ്ട്രുമെൻറ്റ്സ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കി അതിനകത്ത് വല്ല ഇതും കേട് വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഇത് എക്സ്പെൻസീവാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ന്യൂനത.